വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയിരിക്കുകയാണ്. കണ്ണൂരിലേക്ക് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അവിടെ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് രാവിലെ എത്തിയ അദ്ദേഹം വ്യോമ നിരീക്ഷണത്തിലൂടെ അപകടം നടന്ന ചുരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങൾ നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം കൂടുതലായി നേരിട്ടറിഞ്ഞു. അതിനുശേഷം മേപ്പാടി, ചുരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ നിന്നും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം നേരിട്ടെത്തി സന്ദർശിച്ചു. അതിനുശേഷമാണ് വയനാട് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ഒരുപക്ഷെ വയനാടിന് ഏറെ ആശ്വാസമാകുന്ന ഒരു സാഹചര്യം, പ്രധാന സേവകന്റെ ഈ ഒരു നിർണായകമായൊരു സന്ദർശനം വയനാടിന് കരുതലായി ആശ്വാസമേകിയാണ് അദ്ദേഹം മടങ്ങുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രതീക്ഷകൾ കൂടി അദ്ദേഹം ബാക്കി നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി ഉള്ളത് വയനാടിൻ്റെ പുനരധിവാസം തന്നെയാണ്. കൂടുതലായി തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വീണ്ടെടുക്കാൻ വയനാട് ജനതയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇനി അറിയേണ്ടത് എത്രത്തോളമാണ് ഇനിയുള്ള വയനാടിൻ്റെ പുനരധിവാസം, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉടനെ തന്നെ സാധ്യമാകുമെന്നുള്ളൊരു കാര്യമല്ലേ പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നത്? തീർച്ചയായും വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉറപ്പും നൽകിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വയനാടിന്റെ ചുമതലയിൽ മന്ത്രിസഭാ ഉപസമിതി വയനാടിന്റെ ചുമതലയുണ്ടായിരുന്നു. വയനാടിന്റെ ചുമതലയുള്ള ഉപസമിതിയിലെ 3 മന്ത്രിമാരും, അതായത് കെ രാജൻ, കെ ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് എന്നീ 3 മന്ത്രിമാരും ഒരേ ശബ്ദത്തിലാണ് പ്രധാനമന്ത്രിയുടെ പിന്തുണ മികച്ച പിന്തുണയെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്. ഈ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത്, കേന്ദ്രത്തിന്റെ സഹായമില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും നടക്കാതിരിക്കില്ല എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പോയതെന്ന് വളരെ കൃത്യമായി 3 മന്ത്രിമാരും പറയുകയും ചെയ്തു. അത് തന്നെയാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. വിമർശനങ്ങൾക്കും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി വയനാടിനെ സഹായിക്കുന്നതിനെ അല്ലെങ്കിൽ വയനാടിനെ പിന്തുണയ്ക്കുന്നതിനെ പ്രധാനമന്ത്രി തയ്യാറെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിമാരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പങ്കുവച്ചത്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്തയും. കാരണം കേന്ദ്രത്തിന്റെ പിന്തുണ കാര്യക്ഷമമായി ഉണ്ടാവും എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പിന്നീട് മറ്റു പല നടപടികളും ഉണ്ടാകണമെന്ന ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് പുനർനിർമ്മാണ പാക്കേജിന്റെ കാര്യം. അതുപോലെ തന്നെ പുനർനിർമ്മാണവുമായി അനുബന്ധിച്ച മറ്റു നടപടികളുടെ കാര്യങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയോട് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പുനർനിർമ്മാണം, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സംവിധാനം. മറ്റൊരു പ്രധാന വിഷയം, ആ മേഖലയിൽ വൻതോതിൽ തൊഴിൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് നമുക്കറിയാവുന്നതാണ്, കൃഷി ജോലിയിലും അവിദഗ്ധ തൊഴിലുകളിൽ ഏർപ്പെട്ട നിരവധി പേരുണ്ട്. അവർ പലരും മരണമടഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്ക് പലർക്കും ജീവിതോപാധി നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ മേഖലയിൽ, അതായത് ഉരുൾപൊട്ടൽ നടന്ന മേഖലയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നൈപുണ്യ വികസനത്തിനായുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്ന ഒരു ആവശ്യം വളരെ കൃത്യമായി സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി ആദ്യ പ്രസംഗത്തിൽ തന്നെ, അതായത് 2014 അധികാരമേൽക്കുന്ന ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് നൈപുണ്യ വികസനം. ഈ സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയൂന്നിയ സർക്കാരാണ് 3 തവണയായി ഈ രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായും വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പുനർനിർമ്മാണത്തിന് ആവശ്യമായ 2000 കോടി രൂപയുടെ ഒരു ടെൻഡേറ്റീവ് പദ്ധതി, കൃത്യമായ പദ്ധതികൾ പുറകെ അറിയിക്കുമെന്ന വളരെ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയുള്ള 2000 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൈമാറി. മാത്രമല്ല, നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര പിന്തുണ ലഭ്യമാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിനുള്ള മെമ്മോറാണ്ടം ഉടൻ തന്നെ സമർപ്പിക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു. പ്രധാനമായും എടുത്തു പറയേണ്ടത്, പുനർനിർമ്മാണത്തിൽ കാര്യമായ ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അവിടെയുള്ളവരുടെ ജീവിതോപാധിയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ NDA സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമായുള്ള സ്കിൽ ഡെവലപ്മെന്റിന്റെ വിഷയത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമെന്ന് തന്നെ പൂർണ്ണമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കാർഷിക വിഷയങ്ങളിലും തകർന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും സ്കൂളുകളും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും പുനർനിർമ്മാണത്തിന് വൻതോതിൽ തുക ലഭ്യമാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് മന്ത്രിമാരെല്ലാവരും പങ്കുവച്ചത്. തീർച്ചയായും വയനാട് സന്ദർശിച്ചത് വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്ന ഒരു സന്ദർശനം തന്നെ
തന്നെയാണ് പ്രധാന സേവകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാന സേവകൻ യഥാർത്ഥത്തിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ സേവനത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി വയനാടിനെ മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ നിമിഷം നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പ്രധാനവുമായ വിവരം. നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി ഈ ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങൾക്ക് ശേഷം സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു. സന്ദർശനത്തിന് മുൻപ് കേന്ദ്ര സംഘം ഇവിടെ എത്തുകയും ചെയ്തു. മാത്രമല്ല ഇന്ന് എത്തിയ സംഘത്തോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ന് എത്തിയതിൽ ചില വിദഗ്ധരുടെ സംഘവും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് കൂടിയാലോചന നടത്തിയതിനു ശേഷം കൂടിയാണ് പ്രധാനമന്ത്രി ഈ മേഖലകളെല്ലാം സന്ദർശിച്ചത്. നമുക്കറിയാവുന്നതാണ് 3 മണിക്കൂർ സന്ദർശനം നീളുമെന്നായിരുന്നു നേരത്തെ നൽകിയ റിപ്പോർട്ടെങ്കിലും 4 മണിക്കൂറിലേറെ അദ്ദേഹം വയനാട്ടിൽ ചെലവഴിച്ചു. മാത്രമല്ല വയനാട്ടിലെ എല്ലാവരോടും മനുഷ്യരോടും സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ സാധാരണ അപകടത്തിൽപ്പെട്ടവരോടും ക്യാമ്പിൽ കഴിയുന്നവരോടും എല്ലാം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ചൂരൽമലയിലെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ സന്ദർശിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിലെത്തി ഈ ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത് കൃത്യമായ നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറെ പ്രതീക്ഷ നൽകുന്ന വിഷയം, നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളെ നേരിട്ട് കണ്ട തന്റെ അനുഭവങ്ങൾ, അവിടെ വളണ്ടിയറി സർവീസ് നടത്തിയ അനുഭവങ്ങൾ കൂടി അദ്ദേഹം പങ്കുവച്ചപ്പോൾ ഈ കാര്യം, അതായത് ഇന്ന് ഇവിടെ ഉണ്ടായ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഇവിടെ വയനാട്ടിലുണ്ടായ ഈ അപകടം അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യക്തിപരമായും അദ്ദേഹം വലിയൊരു പിന്തുണ കേരളത്തിന് നൽകുമെന്ന് തന്നെയാണ് നിലവിലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസത്തിന്റെ തലോടലായി തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല പിന്തുണയുടെ ശക്തിയും അദ്ദേഹം നൽകുമെന്ന കാര്യത്തിലും നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സംശയിക്കാൻ ഇടയില്ല. വിഷ്ണു. യെസ്, ഐസൺ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ പിന്തുണയും തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ഇനിയുള്ള വയനാടിൻ്റെ പുനരധിവാസം സംബന്ധിച്ചുള്ള കൂടുതലായുള്ള നീക്കങ്ങൾ വളരെയധികം വേഗത്തിലാക്കുമെന്നുള്ളൊരു ഉറപ്പും അദ്ദേഹം നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ നമുക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വയനാട് ഉയർത്തെഴുന്നേൽക്കട്ടെ, എല്ലാ ജനതയും അല്ലെങ്കിൽ വയനാട് ജനത വീണ്ടും ആ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഉയർത്തെഴുന്നേൽക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ബാക്കി വയ്ക്കുന്നത്. പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കൂടി ശക്തമാക്കുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമാകണം. അത് എത്രത്തോളം രീതിയിൽ ഉപയോഗിക്കാനാകും, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു വീഴ്ചകൾ ഇനി ഇത്തരത്തിലുണ്ടാകാൻ പാടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ വിധ പിന്തുണയും അതും പ്രധാനമന്ത്രി നോക്കിക്കാണുകയാണ്. ഒപ്പം തന്നെ വയനാടിന് വേണ്ടിയുള്ള എല്ലാ കരുതലും ആശ്വാസവാക്കുകളും ഏകിയാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നും മടങ്ങിയത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ ആളുകളെ നേരിട്ട് കണ്ടു. ദുരന്ത ബാധിതരുമായി അദ്ദേഹം സംവദിച്ചു. അത്തരത്തിൽ വളരെയധികം ആശ്വാസ വാക്കുകളും ഏകിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്.